ആ ചെറിയ ചട്ടി ഉണ്ടല്ലോ. ഇത് മതി, അരക്കിലോ. അത് 120. ഇല്ല, അത് വേറെ മണ്ണാ, തിരുവനന്തപുരം മണ്ണ. ഇത് നമ്മുടെ ഷൊർണൂർ ചട്ടിയാ. ഒരു കുഴപ്പമില്ല. ആ കുഴപ്പമില്ല, വലിയ കുറയത്തൊന്നുമില്ല. നമ്മുടെ പഴയ സ്ഥാപനം. അവിടെ പോയി എടുക്കണം. ആ അവിടെ പോയി വണ്ടിയിൽ പോവോ? ആ വണ്ടി പോകും. കൊണ്ടുവന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. നമ്മളവിടെ സ്ഥിരം അവിടെ നിന്ന് എടുക്കും. ഹലോ, ആ പോര്. ഓക്കെ. ആ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ അതൊക്കെ വേറെ, അതൊക്കെ കൊല്ലം. നമ്മൾ പോയെടുക്കുമ്പോ നഷ്ടമല്ലേ കൊണ്ടുവന്ന്? അല്ല, അത് ഞാൻ ഇത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ. അതൊരു കമ്പനി അല്ലേ, വർഷങ്ങളായിട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ നമ്മുടെ ആലുവ. അതിന്റെ വലുതുണ്ട്. അതിന്റെ വലുത് ഇത് വേണം. ഉരുളി പൊട്ടത്തില്ല. ആ പൊട്ടു. കഞ്ഞോളം തിളപ്പിച്ച്, കഞ്ഞോളവും ഇത്തിരി തേയില കൂടെ ഇട്ടൊക്കെ തിളപ്പിച്ച് ആറ്റി കളഞ്ഞാൽ മതി. ആ ഗ്യാരണ്ടി. ഇത് കീഴ്മാട് തെറ്റാ, കീഴ്മാട്. ഇവിടെ താമസം ഇവിടെ. ആ എന്താ വേണം? ചട്ടി വേണം. ആ നോക്ക്. ആക്കത്തി തരാം. ആരെയും കൊല്ലാനൊന്നും അല്ലല്ലോ, ഞാൻ കാറ്റ് പറയാൻ പറയേണ്ട വരും. ആക്കത്തി അല്ല, കൊല്ലാനൊന്നും അല്ലല്ലോ, വെച്ചത് വിൽക്കാനാ. വിൽക്കാനാണല്ലോ, പിന്നെ നിങ്ങൾ കൊല്ലാനാണ് അറക്കാനാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മേടിക്കുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ തന്നെയാണോ ചോദിക്കണേ? ഇല്ല, നമുക്ക് കാറ്റ് പറയാൻ വയ്യ, നമുക്കൊരു അനുഭവം പറ്റി, അതുകൊണ്ടാ പിന്നെ പറയുന്നത്. അന്നത്തെ അനുഭവം പറ്റേക്ക് കളയണം, അത് വേണ്ടത് വെക്കണം. അങ്ങനെയാണെങ്കിൽ വരുന്നവരോട് അവര് ആവശ്യമുള്ള കത്തി മേടിക്കും, അരി മേടിക്കും, എല്ലാം കണ്ടിട്ടാണല്ലോ ചോദിക്കണം. ഒരു വാക്കത്ത് വേണം. എന്താ വില ആദ്യം? വാക്കത്തി പല 460 ഉണ്ട്, 400 ഉണ്ട്, 300 ഉണ്ട്, 300 രൂപയുടെ ഉണ്ട്. അത് പല റേറ്റ്, പല വിലയാണ്. എനിക്ക് റേറ്റ് കുറഞ്ഞത് മതി. റേറ്റ് കുറഞ്ഞത് തരാം. ഇപ്പൊ വേണ്ടല്ലോ, കറങ്ങിയിട്ട് വരൂ. പോയി കറങ്ങിയിട്ട് വാ. വേറെ വല്ലതും വേണം. മോര് കാച്ചാൻ. എല്ലാരും പറഞ്ഞു നമുക്കൊന്ന് മേടിപ്പിക്കും. അടിവശം വിണ്ടുപോകും ഗ്യാസിന്റെ അകത്ത് വെക്കുമ്പോഴേ. അല്ല, അത് മണ്ണിന്റെ വ്യത്യാസം. ഇത് ഷൊർണൂര് മണ്ണ, നല്ല മണ്ണാണല്ലേ. ഈ തിരുവനന്തപുരം മണ്ണൊക്കെ പെട്ടെന്ന് പൊട്ടും. ചട്ടി വേണം. ചട്ടിയല്ല വേണ്ടേ, കാശാണ് വേണ്ടേ. എന്ത് കാശെന്നാ? അന്ന് വണ്ടി കയറിയിട്ട് ഒരുന്നിട്ട് കറക്കില്ലേ മൊത്തം. ഞാനാ ഇന്നലാണ് ഞാനാ.
ആ കാശാണ് വെക്കണ്ടേ 1000 രൂപയെ. നിങ്ങൾക്ക് ആള് മാറിയതാണോ? അത് കാശ് കൊടുത്തിട്ടില്ല. 10,000 കാശ് കൊടുക്കാനില്ല അവന്. 1000 കാശാണ് കൊടുക്കാണ്ട്. ഇയാളെ കണ്ടിട്ട് എനിക്ക് ഒരു ചെറിയ പരിധി നിന്നിട്ട് അവിടെ വണ്ടി ഔട്ട് കിട്ടിയതാണോ? ആ കാശ് വേണമല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സംഭവം? എന്തൊക്കെ മനസ്സിലാവാത്ത? എന്താ മനസ്സിലാവാത്ത? 10,000 കാശ് വലിയ ചക്രവാച്ച അതൊക്കെ പണിയെടുത്തുണ്ടാക്കിയ കാശ്. പിടിക്കില്ലേ? എനിക്ക് പാവം എന്നെ അവന് മൊത്തം ചുറ്റിച്ചാണ്. സംഭവം എന്താ? കാര്യം പറയും. ആ വണ്ടി കയറി കാശ് കൊടുക്കണം 1000 രൂപ. ഞാൻ വണ്ടി കയറിയിട്ടില്ലല്ലോ. വണ്ടി കയറിയല്ലോ കാശ് കൊടുക്കേണ്ട കാര്യം. പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ആളവിടെ ഞങ്ങൾ കണ്ടത്? എവിടുന്ന് കയറി? ആര് കയറി? അവിടെ പാറിന്റെ മുമ്പിൽ നിന്ന് അടിച്ച് പാമ്പായിട്ടൊന്ന് വണ്ടി കയറി തുറക്കണ്ട. അത് ശരി. ഞാൻ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റാണ് പലമ്പള്ളിയാറിൽ. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കുന്ന ആളാണ്. പിന്നെ ഈ രൂപത്തിലുള്ള ആളെങ്ങനെ അവിടെ വണ്ടി കയറിയത്? അത് പറ. ഈ രൂപത്തിൽ വേറെ ആളായിരിക്കും. അതെങ്ങനെ വേറെ ആള്? സുഹൃത്തെ കൈ എടുത്തു. അതെ, ഈ കഴിഞ്ഞ 16-ാം തീയതി തന്നെയാണ് വണ്ടി കയറിയത്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, കഴിഞ്ഞ 16-ാം തീയതി എന്ന് പറഞ്ഞാൽ എന്റെ മകളുടെ നാത്തൂന്റെ കല്യാണത്തിന് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. കാരണം 15-ാം തീയതി ഞാൻ പോയി. ഇനി 16-ാം തീയതി താങ്കളുടെ വാഹനത്തിൽ ഞാൻ എങ്ങനെ വന്ന് കയറും? താങ്കൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വിടും. അല്ല, ഇക്കെന്താ ദൃശ്യം കളിക്കുന്നതാണോ? സുഹൃത്തെ, എനിക്ക് ദൃശ്യവും ജോർജ് കുട്ടിയും കളിക്കപ്പെട്ടു. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ കയറിയിട്ടില്ലെന്ന്. ഞാനിവിടെ കല്യാണത്തിനായിരുന്നു. എനിക്ക് ഒരു തെറ്റിദ്ധാരണയല്ല. ഇക്ക തന്നെയാണോ വണ്ടി കയറിയത്? എന്നാ നിങ്ങൾ എന്റെ കൂടെ വരൂ. കല്യാണത്തിന്റെ അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം. നിങ്ങളെന്താ ഒരു കാര്യമില്ലാതെ അതും മദ്യം. ഞാൻ മദ്യപിക്കാറില്ല. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മദ്യത്തിന് മയക്കുമരുന്നിന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? അന്ന് കൊറേ അറബിയിലെ കൊറേ ചീത്ത കുറിച്ചില്ല ഞങ്ങളെ. അറാമീന്നാ എന്തൊക്കെ പറഞ്ഞല്ലോ? അറബി? ശരിയാ. അറബിയിൽ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാ താങ്കളെ തെറ്റിദ്ധാരണ എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമല്ല, എനിക്കൊരു ഇടത്ത സഹോദരനുണ്ട്. അവൻ നാട് വിട്ടു പോയതാണ്. അവൻ സൗദിയിൽ ജയിലിലെങ്ങാണ്ടായിരുന്നെന്നാ പറഞ്ഞു. അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് പോലും ഞങ്ങൾ രണ്ടുപേരെ കൂടെ കണ്ടാൽ തിരിച്ചറിയും. പിന്നെ താങ്കൾക്ക് അബദ്ധം പറ്റിയത് താങ്കളെ ഞാൻ കുറ്റം പറയില്ല. ഇനിയിപ്പം താങ്കൾ അവനെ ഇങ്ങനെ ബാറിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ താങ്കൾ അവനെ കയറ്റാതിരിക്കുക. ഇവിടെ വരരുത്. ഞാൻ മാന്യമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, താങ്കളെ ഞാൻ കുറ്റം പറയുന്നു. സുഹൃത്തെ, ഞാനൊരു ഗാന്ധിയനാണ്. അതാണ് താങ്കൾ എന്നെ ശോഭിച്ച് എന്റെ ശബ്ദത്തിൽ പിടിച്ചിട്ടും ഞാൻ സമാധാനമായിട്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. താങ്കളെ ഞാൻ കുറ്റം പറയും. അധ്വാനിച്ച് ജീവിക്കുന്ന ആ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഞാനല്ല. ഇനി താങ്കൾക്ക് അബദ്ധം പറ്റാതിരില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. സോറി, ആള് മാറിപ്പോയതല്ലേ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എടാ, ഇരട്ട സഹോദരല്ലേ, അവനെവിടെ കിട്ടും? തപ്പിയ അവന് എറണാകുളത്ത് കണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ താങ്കൾ സൂക്ഷിക്കണമെന്നല്ല, എനിക്ക് അവനെ എവിടെയെങ്കിലും വെച്ച് കിട്ടും. ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ. അവനെ പുറത്തു പോകുന്നല്ലോ പറഞ്ഞേ. ഭാഗത്തുനിന്ന് അവനെ കിട്ടിയണ്ടല്ലോ, അവനെ പൂമ്പിടിച്ച് കളക്കും. താങ്കൾ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് തലവേദന കേട്ടോ. നമ്മള് 10-30 വർഷം മുമ്പ് ഒഴിവായ കേസ് എന്നും നമുക്ക് തലവേദന. ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാല് ഞാൻ ഇങ്ങോട്ട് ക്ഷമ ചോദിക്കണം. ഓക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നതാണ്. ഓക്കെ എന്നാ. ശരി. ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ആൾക്കാര് ഓരോ കുടുംബത്തിന് ശാപമായിട്ട് വരും. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞ സാധനമൊക്കെ തിരിച്ചു വന്നോണ്ടിരിക്കും. മദ്യപിച്ചൻ ഞാനേ